ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടാലോ. അതിനു വേണ്ടി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഞാനിവിടെ എത്തിക്കുന്ന 2 ഏലക്കയാണ്, അതിടുക. പിന്നെ ഒരു 3 ഗ്രാമ്പൂ, പിന്നെ കറുകപ്പട്ട, പിന്നെ ഒരു 3 തക്കോലം, പിന്നെ ബേ ലീഫ് എടുക്കുക. അതൊരു കുറച്ച് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ വേണ്ടത് വറ്റൽമുളക് ഒരു 3 എണ്ണം. ഇതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ ഉള്ളിയാണ്, അത് ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടെ ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് ഉപ്പും. ഇനി നമുക്ക് ഉള്ളി ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം, അതിനുവേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്, അതും ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പച്ചമണം മാറുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. കൂടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ എരിവുള്ള മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്യുകയാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യണം. അതിവിടെ ഇപ്പോൾ 2 ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഇത് അടച്ച് വെച്ച് നമുക്ക് ആ ടൊമാറ്റോസൊക്കെ നന്നായി കുക്കായി വരണം. അതിനുവേണ്ടി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ടൊമാറ്റോസ് നന്നായി വെന്ത് വരുന്ന സമയത്ത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അത് ബോയിൽ ചെയ്ത് വരുന്ന സമയം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 20 കാഷ്യൂനട്ട് സോക്ക് ചെയ്തതാണ്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു വലിയൊരു പച്ചമുളകും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതേപോലെ ബോയിലാവുന്ന സമയത്ത് നമുക്ക് മുട്ട ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മുട്ട ഒന്ന് കീറിയിട്ട് വേണം നമ്മൾ കറിയിലേക്ക് ഇടാൻ. അതാകുമ്പോൾ മുട്ടയുടെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 8 മുട്ടയാണ്. നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത് ആ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മുട്ട ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ലിഡ് ഇട്ട് അടച്ച് ഈ കറി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്